ഹലോ കൂട്ടുകാരെ, അപ്പൊ ഇന്ന് ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 35 അധ്യായം അതിന്റെ 1 വാക്യത്തിലൂടെയാണ്. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അപ്പൊ നമുക്ക് ശത്രുക്കൾ കാണും. എന്തായാലും മനുഷ്യരായ നമുക്ക് ശത്രുക്കൾ കാണാതിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലായിരിക്കും, നമ്മുടെ വർക്കിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അവരോട് പ്രതികരിക്കാം, പ്രതികാരം ചെയ്യാം, അവരെ തോൽപ്പിക്കാം, മത്സര ബുദ്ധിയോടെയൊക്കെ പെരുമാറാനൊക്കെ നോക്കും. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ മൗനമായിരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ഈശോ പറയുന്ന, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, യഹോവ നമുക്ക് വേണ്ടി വാദിക്കും, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, യഹോവ നമുക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അപ്പം ഈശോയുടെ മക്കൾ എന്ത് ചെയ്താൽ മതി? മൗനമായി ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി. ഈശോ ഇടപെട്ടോളൂന്നേ. അപ്പം ഈശോ എല്ലാം നോക്കിക്കോളും. ഈശോ